ടൊമാറ്റോ രസം ആവശ്യമുള്ള സാധനങ്ങൾ 3 തക്കാളി ഇച്ചിരി വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു ഉരുള വാളംപുളി, ഒരു 5-6 വെളുത്തുള്ളി ചതച്ചെടുത്തത്, വേപ്പിൻ്റെ ഇല, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചെടുത്തത്, മല്ലിയില, ഒരു നുള്ള് കായം, പച്ചമുളക്, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കടുക്, ഉണക്കമുളക്, പിന്നെ 3 ടേബിൾ സ്പൂൺ രസം പൗഡർ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ തക്കാളിയും പുളിയും കൂടിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കും. തക്കാളിനെയും പുളിനെയും കൂടിയിട്ട് നന്നായിട്ട് വേവിക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കും. എന്നിട്ട് ഇതിൻ്റെ ചാറ് മാത്രം എടുക്കും. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. ഇനി നമുക്ക് തക്കാളിയും പുളിയും വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നല്ല കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് പാത്രത്തിലേക്ക് നമുക്ക് തക്കാളി ഇടാം, പുളിയും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ട് വേവിക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ തക്കാളിനെ ഒന്ന് അരിച്ചെടുക്കാം. തക്കാളിയുടെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് നീര് കിട്ടിയിട്ടുണ്ട്. തക്കാളിയുടെ കൊറ്റം മാത്രമായി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ രസം ഉണ്ടാക്കാൻ പോണത് ഈ തക്കാളിയുടെ ചാറ് വെച്ചിട്ടാണ്. ഇത് നമുക്ക് നീക്കി വയ്ക്കാം. നമുക്കൊരു ചീഞ്ഞട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന എന്ത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇടാം. ഉണക്കമുളകൊന്ന് 2ആക്കി ഒടിച്ചിട്ടിടാം. മുളകൊന്ന് വറുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും ചേർക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് ഇതിലേക്ക് നമുക്ക് കുരുമുളകും പച്ചമുളകും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളിയുടെ ചാറ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് രസം പൗഡറും മല്ലിയിലയും ചേർക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് രസത്തിൻ്റെ പൗഡർ ചേർക്കാം. മല്ലിയില ചേർക്കാം.
ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു കായം ചേർക്കാം. ഇപ്പോൾ നമ്മുടെ രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. രസം പൗഡറൊക്കെ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.